എംസിയെ തുടരുന്നുണ്ട്. എംസി അവസാനമായി 48 മണിക്കൂറിനകം ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പിന് എങ്ങനെയായിരിക്കും ഇറാൻ എടുക്കാൻ പോകുന്നത്? ഹോർമുസ് ഫ്രീ ആക്കി കൊടുക്കുമോ, അതോ ട്രംപിന് ആക്രമിക്കേണ്ടി വരുമോ? സൈഫുദ്ദീൻ, ഈ ഘട്ടത്തിൽ ഒരു ഭാവിയിൽ ഇപ്പോൾ ഇനി അടുത്ത 48 മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് വിലയിരുത്തുക അസാധ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതുവരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരമൊരു ആക്രമണം തങ്ങളുടെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ, ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ എന്തൊക്കെ പ്രതികൂലമായിട്ടുള്ള ഇറാനോടുള്ള വിയോജിപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും ഈ ഗൾഫ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും വ്യക്തമാക്കുന്നത് ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം തന്നെയാണ് ഈ ഘട്ടത്തിലും വേണ്ടത്. അല്ലാതെ സൈനികമായിട്ട് ഇറാനെ അമർച്ച ചെയ്തതുകൊണ്ട് മാത്രം പ്രതിസന്ധി പരിഹരിക്കാൻ പോകുന്നില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വിവിധ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഒരു നയതന്ത്ര പ്രശ്നപരിഹാരം രൂപപ്പെടുത്തുക, അതിലൂടെ ഈ ഒരു സംഘർഷാത്മകമായിട്ടുള്ള അവസ്ഥ ലഘൂകരിക്കുക എന്നത് തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും, പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലും നേരത്തെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇസ്രായേൽ സ്വന്തം നിലയ്ക്കാണ് ആക്രമിച്ചത്. അതിനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും വിമർശിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന്റെ താല്പര്യം എന്നത് ഈ മേഖലയിൽ ഒരു സൂപ്പർ പവറായിട്ട് നിലയുറപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ വാതക എണ്ണയുടെ സുഗമമായിട്ടുള്ള യാത്ര ഇസ്രായേലിലൂടെ ആ സഞ്ചാരം ലഭ്യമാക്കുക എന്നതുൾപ്പെടെയുള്ള വലിയ അജണ്ടകളുമായിട്ടാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ അമർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ സംഘർഷത്തിനെ ലഘൂകരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതും. അതുകൊണ്ട് എന്തൊക്കെ എതിർപ്പുകളും വിയോജിപ്പുകളും തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ഒരു സമീപനം തന്നെ ആയിരിക്കും ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, എന്തായാലും ആശങ്കയ്ക്കും ഭീതിക്കും ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു വികാസമാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ഉണ്ടായിരിക്കുന്നത്. 23 ദിവസം പിന്നിടുമ്പോൾ ഇസ്രായേലിലെയും ഇറാന്റെയും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നോ എന്ന സംശയങ്ങളുണ്ട്. വേഗത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരു ഭാഗത്ത് ട്രംപ് തന്നെ നടത്തുന്നുവെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. പക്ഷേ അതിലൊക്കെ കുറെ കൂടി സ്ഥിരീകരണം വരണം. എന്തായാലും ഹോർമോസുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് പ്രധാനം. ഹോർമോസ് 48 മണിക്കൂറിനകം തുറന്നു കൊടുത്തില്ല എങ്കിൽ ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് എങ്ങനെയായിരിക്കും ഇറാൻ എടുക്കുക? അങ്ങനെ ആക്രമിച്ചാൽ തന്നെ ഇറാന്റെ പ്രത്യാക്രമണം എന്തായിരിക്കും? അത് ഗൾഫ് രാജ്യങ്ങളിലെ ശുദ്ധജല വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയായിരിക്കുമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ വന്നാൽ യുദ്ധം കൂടുതൽ അപകടകരമായ ഒരു ഗതിമാറ്റത്തിലേക്ക് പോകും. അതുണ്ടാകാതെ വേഗത്തിൽ യുദ്ധം തീരട്ടെ എന്ന് വിചാരിക്കാം. എം സി എ നാസറിനൊപ്പം വി കെ സുഹൈലുമാണ് വിശദാംശങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്